ഹായ് ഫ്രണ്ട്സ്, കേറ്റഡ് ബേസ്ഡ് റിവിഷൻ ക്വസ്റ്റ്യൻസ് പാർട്ട് 2 ആണ്. അറ്റ് സ്കൂൾ പദ്ധതി കേരള സർക്കാർ ആരംഭിച്ച വർഷം 2001. ആദ്യമായി നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെക്കുറിച്ച് പഠിക്കണം. എന്നാൽ നിങ്ങൾക്ക് അവരെക്കുറിച്ച് ഒന്നും അറിയില്ല. ആരുടെ വാക്കുകൾ? റൂസോ. പ്ലേറ്റോ സ്ഥാപിച്ച വിദ്യാലയത്തിൻ്റെ പേര് അക്കാഡമി. അഭിപ്രേരണ സിദ്ധാന്തം ഉന്നയിച്ചത് എബ്രഹാം മാസ്ലോ. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം ഏത് രാജ്യത്താണ് ഉടലെടുത്തത്? ജർമ്മനി. മാതാവ് കുട്ടികളുടെ നേഴ്സും പിതാവ് അവരുടെ അധ്യാപകനും ആണെന്ന് പ്രസ്താവിച്ചത് റൂസോയാണ്. പെസ്ലോസിയുടെ അഭിപ്രായത്തിൽ ഒരു കുട്ടി എഴുതുന്നതിന് മുമ്പ് ചെയ്യേണ്ടത് വരയ്ക്കണം. ഒരു സമയത്ത് ഒരു കഴിവ് മാത്രം വികസിപ്പിക്കാൻ സാധ്യതയുള്ള ബോധന രീതിയാണ് മൈക്രോ ടീച്ചിങ്. പുതിയ ചുറ്റുപാടുകളുമായി ഫലപ്രദമായി പ്രവർത്തിക്കാനുള്ള കഴിവാണ് ബുദ്ധി എന്ന് അഭിപ്രായപ്പെട്ടത് ഗാർട്ട്നറാണ്. യഥാർത്ഥ പഠനം വിവേകപൂർവമായ വിസ്മരണയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആഡംസ് ആണ്. ചാലക പ്രത്യുൽപ്പത്തി മോട്ടോർ റീപ്രൊഡക്ഷൻ ആരുടെ സിദ്ധാന്തം? ബന്ദൂര. മാനസിക പ്രവർത്തനം ഓപ്പറേഷൻ, ഉള്ളടക്കം കണ്ടന്റ് തുടങ്ങിയവ ബുദ്ധിയെക്കുറിച്ചുള്ള ആരുടെ സിദ്ധാന്തത്തിൻ്റെ ഘടകങ്ങളാണ്? ഗിൽഫോർഡ്. അധ്യാപകൻ എന്ന നിലയിൽ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് താങ്കൾ ചെയ്യുക. പഠനാനുഭവങ്ങൾ ക്രമവൽക്കരിച്ച് അവതരിപ്പിക്കും. കുട്ടികളിൽ ഗ്രഹണം, ശ്രദ്ധ, ഭാവന, ജിജ്ഞാസ എന്നീ ഗുണങ്ങൾ വളർത്താൻ ഏറ്റവും നല്ല മാർഗം കഥാകഥനം ആണ്. താങ്കളുടെ ഒരു വിദ്യാർത്ഥിയുടെ മാനസിക വയസ്സ് 12-ഉം ശാരീരിക വയസ്സ് 10-ഉം ആണ്. അവനെ താങ്കൾ ഏത് ഗണത്തിൽ പെടുത്തും? ശീഘ്രപഠിതാവ്. സൈക്കോ അനാലിസിസത്തിൻ്റെ ഉപജ്ഞാതാവ് സിഗ്മണ്ട് ഫ്രോയിഡ്. ആശയഭൂപടം എന്ന സിദ്ധാന്തം മുന്നോട്ട് വച്ചത് നോവാക്ക്. അനേകം പ്രത്യേക ഉദാഹരണങ്ങൾ പരിശോധിച്ച് ഒരു സാമാന്യ തത്വത്തിൽ എത്തിച്ചേരുന്ന ചിന്തന സമ്പ്രദായത്തിൻ്റെ പേര് ആഗമന രീതി. പഠിതാക്കളുടെ ആശാസ്യ പ്രതികരണത്തെ പ്രശംസ കൊണ്ടും സമ്മാനം കൊണ്ടും വളർത്തിയെടുക്കാനും ഉറപ്പിച്ചു നിർത്താനും കഴിയുമെന്ന് സ്ഥാപിച്ച മനഃശാസ്ത്ര ചിന്തകൻ സ്കിന്നർ. ഭൗതിക വ്യവഹാരത്തിൻ്റെ വിവിധ മാനങ്ങൾ ഉൾപ്പെടുത്തി ഘടനാ അപഗ്രഥനത്തിലൂടെ ബുദ്ധിമാതൃക വികസിപ്പിച്ചെടുത്തതാര്? ഗിൽഫോർഡ്.